ഹായ് മക്കളെ, അപ്പോൾ റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ സെക്ഷനാണ് നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തു. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെയിലി ലൈഫ് അഥവാ വൈദ്യുതകാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക്? യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. മനുഷ്യനായിട്ട് നിർമ്മിച്ചെടുക്കുന്ന, അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് മൂലം കറണ്ട് കൊടുക്കുന്നത് വഴി ഒരു വസ്തുവിനെ കാന്തമാക്കി മാറ്റി അങ്ങനെ ഉണ്ടാക്കുന്ന മാഗ്നറ്റുകളെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിസം അക്വയർ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നോക്കിക്കുക, ഇവിടെ അതായത് ഒരു സർക്യൂട്ട്, അതിൽ ഒരു കോപ്പർ വയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോപ്പർ വയർ ഒരു ഇരുമ്പിൻ്റെ ഒരു ആണിയിൽ കോപ്പർ വയർ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ഇരുമ്പിൻ്റെ ആണിയിൽ കോപ്പർ വയർ ചുറ്റി വെച്ചു. അതുകൊണ്ട് ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകും. കറണ്ട് കടന്നു പോകുമ്പോൾ എന്തായി മാറും? ഈ ഇരുമ്പിൻ്റെ ആണി എന്തായി മാറും? ഒരു കാന്തമായി മാറും, ഒരു മാഗ്നറ്റായി മാറും. ഇങ്ങനെ കറണ്ട് കൊടുക്കുന്നത് വഴി, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് വഴി ഒരു മാഗ്നറ്റിനെ ആക്ച്വലി അത് മാഗ്നറ്റ് അല്ല, പക്ഷേ കറണ്ട് കൊടുക്കുമ്പോൾ അത് മാഗ്നറ്റായിട്ട് മാറും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതാണ്, കറണ്ട് കൊടുക്കുന്നതിലൂടെ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് ഒരു വസ്തുവിനെ നമുക്ക് മാഗ്നറ്റാക്കി മാറ്റാം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു വസ്തുക്കളെ മാഗ്നറ്റിക് നേച്ചർ അല്ലെങ്കിൽ കാന്തികത ഒരു വസ്തുവിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. സോ അതിൽ ഒന്നാണ് ഈ ക്രെയിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ കുറേ ഇരുമ്പിൻ്റെ ഒരുപാട് വേസ്റ്റുകളിൽ നിന്നും ഒരു വലിയ കാന്തം, ഈ ക്രെയിനിൻ്റെ അറ്റത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു സോഫ്റ്റ് അയൺ മെറ്റീരിയൽ ഉണ്ടാവും, ഒരു സോഫ്റ്റ് അയൺ പച്ചിരുമ്പ് വെച്ചിട്ട് അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അതെന്തായി മാറും? കാന്തമായി മാറും. എന്നിട്ട് അതിനെ ഈ വേസ്റ്റിലേക്കാണ് മുക്കിയിട്ട് പൊക്കുമ്പോൾ ആ വേസ്റ്റിൽ നിന്നും ഇരുമ്പ് കഷ്ണങ്ങളെല്ലാവരും ഈ കാന്തത്തുമേ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ നമ്മുടെ ക്രെയിൻ, അതേപോലെ തന്നെ ഇലക്ട്രിക് ബെല്ല്, അതേപോലെ ഇലക്ട്രിക് ജനറേറ്റർ, ഇതെല്ലാനും നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പച്ചിരുമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ എന്തായി മാറും? കാന്തമായിട്ട് മാറുകയാണ്. അത് ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. കറണ്ട് കൊടുക്കുന്നത് വഴി മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാഗ്നറ്റിക് ട്രെയിൻസൊക്കെ മാഗ്ലവ് പോലെയുള്ള മാഗ്നറ്റിക് ട്രെയിനുകളൊക്കെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എനർജി കൺവേർഷൻ, ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുകയാണ്? മാഗ്നറ്റിക്കൽ എനർജി, വൈദ്യുതോർജ്ജം കാന്തികോർജ്ജമായിട്ട് മാറുകയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്, അല്ലേ? എന്നാൽ ഇത് തന്നെ തിരിച്ച് ചെയ്യാൻ പറ്റൂലേ എന്നാണ് മൈക്കിൾ ഫാരഡേ ചിന്തിച്ചത്. അതായത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ട് മാഗ്നറ്റിക് എനർജി ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ മാഗ്നറ്റിക് നേച്ചറിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കൂടെ? അഥവാ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ഒരു ചിന്തിച്ച വ്യക്തിയാണ് ആര്? ഈസ് ഇറ്റ് പോസിബിൾ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫ്രം മാഗ്നറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കൂടെ എന്നുള്ള ചിന്ത ആദ്യം വന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. അത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ് ഇദ്ദേഹത്തിൻ്റെ പേര്. സോ ഇദ്ദേഹമാണ് ഈ ഒരു ചിന്ത വന്നതും അതിൽ നിന്നുമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അദ്ദേഹം കണ്ടെത്തിയതും. അതുവഴിയാണ് ജനറേറ്ററിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അതിൽ നിന്നുമാണ് ജനറേറ്ററിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. സോ ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ്. എക്സാമ്പിൾ അല്ല, ഒരു എക്സ്പെരിമെൻറ്റ്. എന്താണോ ആ എക്സ്പെരിമെൻറ്റ്? സോ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ HA എന്ന് പറഞ്ഞ ചിത്രം നോക്കാം. ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റ്, അതിനൊരു സൗത്ത് പോളുണ്ട്, ഒരു നോർത്ത് പോളുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകളാണ് പച്ച ലൈനിൽ കാണുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഈ കാണുന്ന പച്ച ലൈനിൽ കാണുന്നത്. ഇതിന് മുകളിലായിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു സോളിനോയിഡ് ഞാൻ വെച്ചിട്ടുണ്ട്. സോ എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയെടുത്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. ഒരു കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയെടുത്ത അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. ഈ കോപ്പർ വയറിനെ നമ്മൾ നേരെ ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണ്ടു. ഇതാണ് ഗാൽവനോമീറ്റർ.
എന്തിനു വേണ്ടിയാണ് ഗാലനോമീറ്റർ ഉപയോഗിക്കണേ? ഗാലനോമീറ്റർ ഉപയോഗിക്കുന്നത് കറണ്ടിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയാണ് ഗാലനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എന്താണ് യു ഷേപ്പ്ഡ് മാഗ്നറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് വെച്ചിരിക്കുകയാണ്? സോഫ്റ്റ് അയൺ കോയിൽ. രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ ചിത്രം നോക്കിയേ നിങ്ങൾ. ബി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇവിടെ നോക്കിയേ, ഈ സോളിനോയിഡ് നേരെ ഈ കാന്തത്തിലേക്ക് ഇറക്കി. സി എന്ന് പറഞ്ഞ ചിത്രത്തിൽ എന്താണ്? കാന്തത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. ഡി എന്ന് പറഞ്ഞ ചിത്രത്തിൽ എന്താണ്? ആ സോളിനോയിഡ് തിരിച്ച് കാന്തത്തിൽ നിന്നും മുകളിലോട്ട് എടുത്തു. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ സോളിനോയിഡ് കാന്തത്തിന്മേലേക്ക് ഇറക്കുന്നു ഉയർത്തുന്നു, ഇറക്കുന്നു ഉയർത്തുന്നു, ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ബി എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ നോക്കിയേ, ആ സോളിനോയിഡ് കാന്തത്തിലേക്ക് ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ട, ഗാലനോമീറ്റർ നീഡിൽ നേരെ ഉണ്ടായിരുന്നത് ഒരു സൈഡിലേക്ക് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്തല്ലോ ഇല്ലേ? ഇനി അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എഗെയിൻ വീണ്ടും സീറോയിലേക്ക് വന്നു. ഓക്കെ, എന്നാൽ തിരിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ട, ഇവിടെ തിരിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്തു? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഗാലനോമീറ്റർ എന്തിനു വേണ്ടിയാണ് ഗാലനോമീറ്റർ ഉപയോഗിക്കുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ബി ചിത്രത്തിൽ സോളിനോയിഡ് ഈ കാന്തത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, സോളിനോയിഡ് കാന്തത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഗാലനോമീറ്റർ നീഡിൽ ഒരു ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് കറണ്ട് ഉണ്ടായി, അഥവാ EMF ഉണ്ടായി. ഇനി ആ സോളിനോയിഡ് കാന്തത്തിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന ഡി ചിത്രം നിങ്ങൾ നോക്കിയേ. പുറത്തേക്കെടുത്തപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടായി. ഇവിടെ രണ്ട് സമയത്താണ് കറണ്ടുകൾ നിങ്ങൾ കണ്ടത്, അതായത് ബിയിലും ഡിയിലുമാണ് നിങ്ങൾ കറണ്ട് കണ്ടത്. അതായത് സോളിനോയിഡ് ഈ കാന്തത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുമ്പോഴും അതിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോഴുമാണ് അവിടെ കറണ്ട് ഉണ്ടായത്, അതായത് ഗാലനോമീറ്ററിനെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കറണ്ട് ഉണ്ടായത്? സംഭവം ഇത്രയേ ഉള്ളൂ. ഈ സോളിനോയിഡ് ഈ കാന്തത്തിലേക്ക് ഇറക്കിയപ്പോഴും ഉയർത്തിയപ്പോഴും നോക്കിയേ, ഈ കാന്തം അതിനു ചുറ്റും ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഉണ്ട്. നമ്മൾ അതിനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ കാന്തത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ കാന്തത്തിന് ചുറ്റും ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുണ്ട്, അതാണ് ഈ പച്ച കളറിൽ കാണുന്നത്. നമ്മൾ ഓരോ തവണ ഈ സോളിനോയിഡ് കാന്തത്തിലേക്ക് ഇറക്കുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴെല്ലാമാണോ ഒരു മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുന്നത്, അപ്പോഴെല്ലാം അവിടെ ഒരു EMF ഉണ്ടാകുന്നു, അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നു. ഇത് ആ കറണ്ടാണ് ബിയിലും ഡിയിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കാരണം ആ സോളിനോയിഡ് കാന്തത്തുമ്പിലേക്ക് ഇറക്കുമ്പോഴും പുറത്തേക്ക് ഇറക്കുമ്പോഴും ഈ രണ്ട് സമയത്തും അതെന്ത് ചെയ്യുന്നുണ്ട്? ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴെല്ലാമാണോ മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുന്നത് അപ്പോഴെല്ലാം അവിടെ ഒരു കറണ്ട് ഉണ്ടാകും, അഥവാ ഒരു EMF ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, യെസ്. ഈ എക്സ്പെരിമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, സോളിനോയിഡ് ഈ സ്റ്റേഷനറി നിയർ ദ മാഗ്നറ്റ്, അതായത് സോളിനോയിഡ് കാന്തത്തിൻ്റെ അടുത്ത് അനങ്ങാതെ വെച്ചിരിക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടോ? നോ ഡിഫ്ലക്ഷൻ, ഡസ് നോട്ട് ഡിഫ്ലക്ട്. എന്നാൽ സോളിനോയിഡ് ഈസ് മൂവ്ഡ് ടുവാർഡ്സ് മാഗ്നറ്റ്, അതായത് സോളിനോയിഡ് മാഗ്നറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്ഷൻ ഉണ്ട്. യെസ്, ഏത് ഡയറക്ഷനിലാണ്? റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ട്. എന്നാൽ ആ സോളിനോയിഡിനെ നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നാലോ? ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. സോ അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല. എന്നാൽ സോളിനോയിഡിൽ നിന്നും ആ മാഗ്നറ്റിൽ നിന്നും ആ സോളിനോയിഡ് തിരിച്ച് പുറത്തേക്ക് എടുത്താലോ? എഗെയിൻ അത് ഡിഫ്ലക്റ്റ് ചെയ്തു. പക്ഷേ എങ്ങോട്ട്? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? അതായത് ഇവിടെ ഈ രണ്ടാമത്തേൽ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, എന്നാൽ നാലാമത്തത് വന്നപ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിലാണ് ഡിഫ്ലക്ഷൻ വന്നത്. എന്തുകൊണ്ടാണ്? അതായത് രണ്ട് ഡയറക്ഷനിലാണ് കറണ്ട് ഉണ്ടായത് അല്ലേ? ഈ രണ്ടാമത്തെ കേസിൽ റൈറ്റ് സൈഡിലേക്കാണ് കറണ്ട് ഉണ്ടായതെങ്കിൽ നാലാമത്തെ കേസിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് കറണ്ട് ഉണ്ടായത്. എന്താണ് അങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കാരണം അവിടെ നമ്മൾ അകത്തോട്ട് ഇറക്കിയപ്പോഴും സോളിനോയിഡിനെ പുറത്തേക്ക് എടുത്തപ്പോഴും അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തു. ആ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്ത ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. ഓക്കെ, താഴേക്ക് ഇറക്കിയപ്പോൾ കട്ട് ചെയ്ത ഡയറക്ഷനിലല്ല, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് തിരിച്ചിറക്കിയപ്പോൾ കട്ട് ചെയ്തത്.
അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷൻ മാറിക്കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ലെഫ്റ്റിലേക്ക് കറണ്ട് ഉണ്ടായത്. ഓക്കെ, ദെൻ അഞ്ചാമത് നോക്കി, കീപ് ദ സോളിനോയിഡ് സ്റ്റേഷനറി മാഗ്നറ്റ് മൂഡ് അപ്വേർഡ്. അതായത് സോളിനോയിഡിനെ അനക്കാണ്ട് വെച്ചിട്ട്, ഇപ്പോൾ സോളിനോയിഡാണ് നമ്മൾ ആ താഴോട്ട് ഇറക്കുകയും കയറ്റുകയും ചെയ്തത്. ഇനി പറയുന്നത് സോളിനോയിഡിനെ അനക്കാണ്ട് വയ്ക്കുക, എന്നിട്ട് മാഗ്നറ്റിനെ അകത്തേക്കും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. യെസ്, അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകും. യെസ്. ദെൻ അടുത്തത്, കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ആൻഡ് ദ മാഗ്നറ്റ് മൂഡ് ഓപ്പോസിറ്റ്. അതായത് സോളിനോയിഡിനെ അനക്കാണ്ട് വെച്ച് മാഗ്നറ്റിനെ പുറത്തേക്ക് എടുത്ത് അകത്തേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെയും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അടുത്തത് ഏഴാമത്തത്, കീപ്പിംഗ് ദ മാഗ്നറ്റ് ഇൻസൈഡ് ദ സോളിനോയിഡ് ബോത്ത് മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ് ആർ മൂവ്ഡ് ടുഗെദർ അറ്റ് ദ സെയിം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. കാന്തം സോളിനോയിഡിനുള്ളിൽ വെച്ച്, കാന്തത്തിനെ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, എന്നിട്ട് രണ്ടും ഒരുമിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഒരുമിച്ച് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, കാരണം കാന്തത്തിനെയോ അല്ലെങ്കിൽ സോളിനോയിഡിനെയോ ഏതെങ്കിലും ഒന്നിനെ അനക്കാണ്ട് വെച്ചിട്ട് മറ്റേതിനെ മൂവ് ചെയ്യിച്ചാൽ മാത്രമേ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, അപ്പോഴവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുന്നുള്ളൂ. എപ്പോഴാണോ ഒരു കാന്തം ഒരു മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുന്നത്, അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. What happens to the magnetic field lines associated with the conductor when the conductor and magnetic are in relative motion? ചാലകവും കാന്തവും ആപേക്ഷിക ചലനത്തിലായിരിക്കുമ്പോൾ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് എന്ത് സംഭവിക്കുന്നു? യെസ്, അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ്, വ്യതിയാനം ഉണ്ടാകുന്നു. വിച്ഛേദിക്കപ്പെടും, കാന്തിക ഫ്ലക്സ് കട്ട് ചെയ്യപ്പെടും, അവിടെ വ്യതിയാനം ഉണ്ടാകും. വൈ ഡിഡ് ഗാലനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട്? എന്തുകൊണ്ടാണ് ഗാലനോമീറ്റർ സൂചി ഡിഫ്ലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ്? അവിടെ കറണ്ട് ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ EMF ഉണ്ടായതുകൊണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ്, കണ്ട അവിടെ ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ദിസ് പ്രൊഡ്യൂസസ് ആൻ EMF. അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് കറണ്ട് ഉണ്ടാകുന്നു. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ് കേട്ടോ. വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവും. ഓക്കെ, യെസ്. Then when did the direction of deflection of the galvanometer needle changes? അതായത് ഗാലനോമീറ്റർ നീഡിൽ ഒരു തവണ റൈറ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, ഒരു തവണ ലെഫ്റ്റിലേക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്? ഓരോരുത്തർ ഒരു തവണ റൈറ്റിലേക്കും ഒരു തവണ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സിമ്പിൾ, അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ്. ഇറക്കുമ്പോൾ കട്ടിങ് ഡയറക്ഷൻ സംഭവിക്കുന്ന ഡയറക്ഷനിലല്ല, തിരിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. റിവേഴ്സിങ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ സോളിനോയിഡ് ആൻഡ് മാഗ്നറ്റ്. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിങ് ആൻഡ് EMF അക്രോസ് എ കണ്ടക്ടർ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടർ, ഒരു ചാലകവുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ്? ഒരു മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുമ്പോൾ ആ ചാലകത്തിൽ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് വെൻ ദ ഡയറക്ഷൻ ഓഫ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് റിവേഴ്സ്, ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഓൾസോ റിവേഴ്സ്. ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് എപ്പോഴാണോ ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ചേഞ്ച് വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനും ചേഞ്ച് വരും. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാകുന്ന പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന EMFനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കും. അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന EMF ആണ്. EMFിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതിനെയാണ് നമ്മൾ പ്രേരിത EMF അഥവാ ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ തൽഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രേരിത വൈദ്യുതി അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കുന്നത്. യെസ്, മൈക്കിൾ ഫാരഡേ, ഈ പേര് കൊടുത്ത് വെച്ചേക്കുക. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത്. ഓക്കെ, ഒരു ചാലകവും കാന്തിക മണ്ഡലവും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുവാൻ സാധിക്കും എന്ന് പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ വ്യക്തിയാണ് മൈക്കിൾ ഫാരഡേ. ഓർത്ത് വെച്ചേക്കണം കേട്ടോ ആ പേര്. അടുത്ത എക്സ്പെരിമെൻറ്റും സംഭവം സിമ്പിളാണ്. അതായത് ഇവിടെ ഒരു മാഗ്നറ്റിന് മുകളിൽ സോളിനോയിഡ്, ഈ സോളിനോയിഡ് മാഗ്നറ്റിനുള്ളിലേക്ക് അയറ്റുന്നു, പുറത്തേക്ക് ഇറക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
ഇവിടെ ഈ വെച്ചിരിക്കുന്ന മാഗ്നറ്റ്, ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഞാൻ കൂട്ടിയെന്ന് വിചാരിക്കുക. സ്ട്രെങ്ത്ത്, ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് എനിക്ക് വേണമെങ്കിൽ കൂട്ടാം, ശരിയല്ലേ? അതേപോലെ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലെ ടേൺസ്, സോളിനോയിഡിൻ്റെ ടേൺസ്, ചുറ്റുകളുടെ എണ്ണം, അതെനിക്ക് വേണമെങ്കിൽ കൂട്ടാം, ശരിയല്ലേ? അതേപോലെ തന്നെ ഈ സോളിനോയിഡ് കാന്തത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു, ഇറക്കുന്നു, പുറത്തേക്ക് എടുക്കും, അങ്ങനെയാണുള്ള ആ മൂവ്മെൻറ്റ്, ആ സ്പീഡ് എനിക്ക് വേണമെങ്കിൽ കൂട്ടാം, ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ ഈ 3 കാര്യങ്ങളെ വെച്ച് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്നും കൂടെ ചെയ്യും. അതായത് കാന്തത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടി, അതേപോലെ ആ നമ്പർ ഓഫ് ടേൺ, സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടി, അതേപോലെ സോളിനോയിഡിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള മൂവ്മെൻറ്റ്, ആ ചലനം, അതും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ്പെരിമെൻ്റ് ഒന്നും കൂടെ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ സ്ട്രെങ്ത്ത് കൂട്ടുമ്പോഴും മാഗ്നറ്റിക് സ്ട്രെങ്ത്ത് കൂട്ടുമ്പോഴും കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഈ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂട്ടുമ്പോഴും അവിടെ എന്താണ് കാണാൻ സാധിച്ചത്? അവിടെ ഉണ്ടാകുന്ന EMF കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, യെസ്. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഫോർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കോയിൽ ഇൻക്രീസ്, കണ്ട യൂണിറ്റ് പരിനീളത്തിലുള്ള ചാലക ചുറ്റുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ എന്തുകൂടി? യെസ്, ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ ഇൻക്രീസ് ചെയ്തു. അതേപോലെ വെൻ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഈസ് ഇൻക്രീസ്ഡ്, കാന്തത്തിൻ്റെ ശക്തി കൂട്ടിയപ്പോഴും അവിടെ സ്ട്രെങ്ത് കൂടി. അതേപോലെ വെൻ ദ സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ്, ഈ മൂവ്മെൻറ്റ് അകത്തേക്കും പുറത്തേക്കുമുള്ള സ്പീഡ് കൂട്ടി, അപ്പോഴെന്ത് സംഭവിച്ചു? അവിടെ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവിടെ EMF ഉണ്ടായി, കറണ്ട് ഉണ്ടായി. ഓക്കെ, സോ മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ EMF ആൻഡ് കറണ്ട്. കണ്ട, EMFിൻ്റെയും കറണ്ടിൻ്റെയും അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഒരു യൂണിറ്റ് നീളത്തിലുള്ള ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അടുത്തതാണ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുക. അടുത്തതാണ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റ് ഓർ സോളിനോയിഡ്, കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ചലന വേഗത കൂട്ടുക. യെസ്, ഇത് മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻറ്റോടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1.5 വോൾട്ടിൻ്റെ ഒരു സെല്ല്, ഒരു 470 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ്, ഒരു ഗാൽവനോമീറ്റർ, ഇത് ഒരു സ്വിച്ച്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ചെയ്ത ആ എക്സ്പെരിമെൻറ്റിൽ കറണ്ട് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ, അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു കറണ്ട് കൊടുക്കുമ്പോഴാണല്ലോ ഇത് സംഭവിക്കുന്നത്, അല്ലേ? അങ്ങനെ പുറത്തുനിന്ന് ഒരു കറണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന കറണ്ടും നമ്മൾ കൊടുക്കുന്ന കറണ്ടും സെയിം ഡയറക്ഷനിലാണോ? ഓക്കെ, യെസ്, അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ നമ്മുടെ ഗാൽവനോമീറ്ററിലേക്ക് പുറത്തേക്ക് കിട്ടുന്ന കറണ്ടും അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കറണ്ടും സെയിം ഡയറക്ഷൻ ആണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ, കറണ്ട് പോസിറ്റീവിൽ കൂടെ ഒഴുകി നെഗറ്റീവിൽ വന്ന് ചേരും. ഇങ്ങനെയാണല്ലോ കറണ്ടിൻ്റെ ഫ്ലോ, അല്ലേ? സോ ഇങ്ങനെ ഒരു സിംഗിൾ ഡയറക്ഷനിലുള്ള കറണ്ട് ഫ്ലോ ആണെങ്കിൽ നമ്മൾ അത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്. ദ നീഡിൽ ഓഫ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്സ് ഓൺ ബോത്ത് സൈഡ്. കാരണം ഇവിടെ നോക്കിയേ, ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് കൊടുത്തതെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക, ഒന്നില്ലെങ്കിൽ റൈറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിലേക്ക് തന്നെ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് കറണ്ട് ഗാൽവനോമീറ്റർ നീഡിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇവിടെ കറണ്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഡിഫ്ലക്ട്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരേ ഡയറക്ഷനിൽ ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DC അഥവാ ഡയറക്റ്റ് കറണ്ട്. ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ സിംഗിൾ ഡയറക്ഷൻ ഈസ് കോൾഡ് ഡയറക്റ്റ് കറണ്ട്. ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത ആ എക്സ്പെരിമെൻറ്റ് ഇല്ലേ, അതായത് ആ കാന്തം അതിനുള്ളിലേക്ക് സോളിനോയിഡിനെ ഇറക്കുന്നു, പുറത്തേക്ക് ഇറക്കുന്നു, അങ്ങനെ നമ്മൾ ചെയ്ത ആ ഒരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമാണോ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? നിങ്ങളൊന്ന് പറ, ഒരു ഡയറക്ഷനിൽ മാത്രമാണോ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? ആണോ? അല്ല, 2 ഡയറക്ഷനിലും എന്തുണ്ടായി? ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ശരിയാണല്ലോ. അപ്പോൾ 2 ഡയറക്ഷനിലും കറണ്ട് ഉണ്ടായി.
ഓക്കെ, രണ്ട് ഡയറക്ഷനിലും കറണ്ട് ഉണ്ടായി. ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലുമുള്ള കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കറണ്ട് എന്ന് വിളിക്കും. കറണ്ട് ദാറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ദ ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ക്രമമായ സമയ ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്, ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുക. Then tabulate the situations where AC and DC are used. ACയും DCയും സാധാരണ ഉപയോഗിക്കുന്നത്. DC ഡയറക്റ്റ് കറണ്ട് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ റിമോട്ടിൻ്റെ ബാറ്ററി, മൊബൈൽ ബാറ്ററി, ഇതിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ഓക്കെ, മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി, അതേപോലെ കാൽക്കുലേറ്റർ, ടോർച്ച്, ഇതിലൊക്കെയാണ് നമ്മൾ DC ഉപയോഗിക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കുന്നത് AC ആണ്, അതായത് മിക്സി, മൈക്രോ ഓവൻ, ഗ്രൈൻഡർ, ഇങ്ങനെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? AC കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് അറേഞ്ച്മെൻറ്റ്സ് ആർ റിക്വയർഡ് ടു ജനറേറ്റ് യെസ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാന്തത്തിൻ്റെയും കമ്പിച്ചുരുളും വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിൽ വളരെ കുറച്ച് കറണ്ടേ ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഗാലമിട്ട് ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വളരെ മൈന്യൂട്ട് ആയുള്ള എമൗണ്ട് കറണ്ടേ ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്, ശരിയാണല്ലോ. ഈ കറണ്ടിനെ കൂടിയ അളവിൽ ലാർജ് സ്കെയിലിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. കുറഞ്ഞ കറണ്ട് പോരാ, ലാർജ് സ്കെയിലിൽ നമുക്ക് ഈ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ സാധിക്കും? യെസ്, അറേഞ്ച്മെൻറ്റ്സ് ആർ റിക്വയർഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൺ എ ലാർജ് സ്കെയിൽ. എങ്ങനെയായിരിക്കും അതിന് സാധിക്കുന്നത്? അതിന് രണ്ട് കാര്യങ്ങൾ വേണം. ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കണം, അതേപോലെ തന്നെ ആ മൂവ്മെൻറ്റ്, അതായത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടി? ഈ ലാർജ് സ്കെയിലിൽ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ. എന്താണ്? ഒന്ന്, ശക്തി കൂടിയ കാന്തം അഥവാ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ഉപയോഗിക്കണം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡാക്കണം അല്ലേ? അതാണ് മെക്കാനിസം ഓഫ് മൂവ്മെൻറ്റ്. നല്ല സ്പീഡിൽ ഒന്നില്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ സോളിനോയിഡ് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൽ രണ്ടും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അളവിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കാന്തം മാഗ്നറ്റ്, അല്ലെങ്കിൽ സോളിനോയിഡ് കമ്പിച്ചുരുൾ. ഈ ഒന്നില്ലെങ്കിൽ മാഗ്നറ്റിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ചലനം മൂവ്മെൻറ്റ് മൂലം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്ററിലാണെങ്കിൽ നമുക്കറിയാമല്ലോ ശരിക്കും വൈദ്യുതി ഉണ്ടാവുകയാണ്. എങ്ങനെയുണ്ടാകും? നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ച് അല്ലേ, പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ ഈ ജനറേറ്റർ വർക്ക് ചെയ്യിക്കുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എനർജി കൊടുക്കണം, സാധനം വർക്ക് ചെയ്യണ്ടേ. അതായത് മെക്കാനിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് എവിടെ ചെയ്യുന്നത്? യെസ്, വൈദ്യുത ജനറേറ്റർ, ഇലക്ട്രിക് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അഥവാ എനർജി കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ജനറേറ്റർ ആർ 2 ടൈപ്സ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനാണ് നമ്മൾ പഠിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഫിനോമിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഉപകരണമാണ് ജനറേറ്റർ എന്ന് നമ്മൾ പഠിച്ചു. ഈ ജനറേറ്റർ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് AC ജനറേറ്റർ, മറ്റൊന്ന് DC ജനറേറ്റർ. രണ്ട് തരത്തിലുള്ള ജനറേറ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആഴത്തിൽ പഠിക്കാനില്ല, എന്നാൽ ഈ രണ്ട് ജനറേറ്ററിൻ്റെയും സ്ട്രക്ചറൽ ഡിഫറൻസുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ എന്താണ് ഈ AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് ചിത്രങ്ങളും കൂടെ, ഒന്ന് AC ജനറേറ്ററിൻ്റെ ചിത്രവും മറ്റൊന്ന് DC ജനറേറ്ററിൻ്റെ ചിത്രവും. ഇവിടെ രണ്ട് ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും NS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, NS എന്ന് മാർക്ക് ചെയ്ത് NS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫീൽഡ് കാന്തങ്ങളാണ്, ഫീൽഡ് മാഗ്നറ്റുകളാണ്. രണ്ട് ഫീൽഡ് മാഗ്നറ്റ്. ഈ ABCD എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ കോയിൽ. എന്താ ഇതിനെ വിളിക്കുന്നത്? ആർമേച്ചർ കോയിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. NS രണ്ട് ഫീൽഡ് കാന്തങ്ങളാണ്.
ഓക്കെ, നടുക്ക് ഇരുന്ന് കറങ്ങുന്ന ഈ മെറ്റൽ വളയമാണ് എന്തെന്ന് പറയുന്നത്, ആർമേച്ചർ കോയിൽ എന്ന് വിളിക്കുന്നത്. ഈ ആർമേച്ചറിനോട് ചേർന്ന് കാണുന്ന 2 റിങ്ങുകളുണ്ടോ, ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് റിങ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? സ്ലിപ്പ് റിങ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ സ്ലിപ്പ് റിങ്സിനോട് ചേർന്ന് B1 B2 എന്ന് കണ്ട് 2 ബ്രഷുകൾ. യെസ്, സ്ലിപ്പ് റിങ്സിനോട് ചേർന്ന് 2 ബ്രഷുകളുണ്ട്. ഇതാണ് ഒരു AC ജനറേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ DC ജനറേറ്ററും സെയിം സ്ട്രക്ചർ ലെവലിൽ വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം ഒരേപോലെ. പക്ഷേ ഇവിടെ AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ്, സ്പ്ലിറ്റ് റിംഗ് ആണ് ഉണ്ടാകുന്നത്. സ്പ്ലിറ്റ് റിംഗ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു വലിയ റിങ്ങിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്ലിറ്റ് റിങ്ങുകളാണ് എവിടെയുള്ളത്, DC ജനറേറ്ററിൽ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ വ്യത്യാസവും കൂടിയുണ്ട്. ഈ AC ജനറേറ്ററിൽ B1 എന്ന് പറയുന്ന ബ്രഷ് R1 എന്ന് പറയുന്ന റിങ്ങുമായിട്ട് മാത്രമായിരിക്കും കണക്ട് ചെയ്യുക. B2 എന്ന് പറയുന്ന ബ്രഷ് R2 എന്ന് പറയുന്ന റിങ്ങുമായിട്ട് മാത്രമായിരിക്കും കണക്ഷനിൽ വരിക. ഓക്കെ, എന്നാൽ DC ജനറേറ്ററിൽ ആദ്യം B1 എന്ന് പറയുന്ന ബ്രഷ് R1മായിട്ടാണെങ്കിൽ അടുത്ത റൊട്ടേഷനിൽ വരുമ്പോൾ ഒരു തവണ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും. അടുത്ത റൊട്ടേഷനിൽ വരുമ്പോൾ ഈ B1 എന്ന് പറയുന്ന ബ്രഷ് R2 എന്ന് പറയുന്ന റിങ്ങുമായിട്ടായിരിക്കും കണക്ട് ചെയ്യാം. കാരണം ഈ നടുക്കിരിക്കുന്ന ഈ റിങ്ങുകൾ, ഇവിടെ ബ്രഷുകൾ ഫിക്സ്ഡ് ആയിരിക്കും, ബ്രഷുകൾ അനങ്ങൂല, പക്ഷേ റിങ്ങുകൾ ഇങ്ങനെ കറങ്ങും. അതായത് ഈ റിങ് ഇപ്പുറത്തേക്കും വരും, ഈ റിങ് ഇപ്പുറത്തേക്കും വരും. അപ്പോൾ റിങ്ങുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം B1 R1മായിട്ടാണെങ്കിൽ രണ്ടാമത്തേൽ വരുമ്പോൾ B2 R2 റിങ്ങുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക ബ്രഷ്. ഓക്കെ, അതേപോലെ ഇവിടെ B2 എന്ന് പറയുന്ന ബ്രഷ് R2 എന്ന് പറയുന്ന റിങ്ങുമായിട്ടാണ് ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ B2 എന്ന് പറയുന്ന ബ്രഷ് R1 എന്ന് പറയുന്ന റിങ്ങുമായിട്ടായിരിക്കും കണക്ഷനിൽ വരിക. ഓക്കെ, ബ്രഷുകൾ ഇവിടെ ഫിക്സഡ് ആയിരിക്കും, റിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആർമേച്ചർ കറങ്ങുന്നതിനനുസരിച്ച് റിങ്ങും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. യെസ്. ദെൻ NS എന്ന് പറയുന്നത് ഫീൽഡ് കാന്തങ്ങളാണ്, ഫീൽഡ് മാഗ്നറ്റുകളാണ്. ABCD ആർമേച്ചറാണ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇരുമ്പിൻ്റെ വളയം, ഒരു ഇരുമ്പുമേ കോപ്പർ വയറുകൾ ചുറ്റി വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റിനാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. B1 B2 എന്ന് പറയുന്നത് ബ്രഷാണ്. R1 R2 എന്ന് പറയുന്നത് AC ജനറേറ്ററിലാണെങ്കിൽ സ്ലിപ്പ് റിങ്സ് ആണ്, DC ജനറേറ്ററിലാണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. Okay, what happens to the magnetic field lines linked with the armature coil when the armature of the generator rotates? അതായത് ആർമേച്ചർ കറങ്ങുമ്പോൾ, അതായത് ആർമേച്ചർ ഇങ്ങനെ നടുക്കിടുന്ന് കറങ്ങുമ്പോൾ ഈ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ കിടന്നാണ് ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്നത്. ഈ ആർമേച്ചർ നടുക്കിടുന്ന് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ലേ, അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ്, ആ മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കും. ഓക്കെ, അതായത് യെസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ചേഞ്ചസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. അപ്പോൾ കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റ്. കണ്ട, ഇങ്ങനെ ഈ ആർമേച്ചർ നടുക്കിടുന്ന് കറങ്ങുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും, അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. യെസ്, അവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. യെസ്, വിൽ ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ AC ഓർ DC? ഇങ്ങനെ ആർമേച്ചറിൽ പ്രേരണം ചെയ്യപ്പെടുന്ന വൈദ്യുതിയുടെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? യെസ്, അതായത് മാറ്റമുണ്ടാകും. കാരണം ആർമേച്ചറിൽ കിടന്നുണ്ടാകുന്ന കറണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ അത് സിംഗിൾ ഡയറക്ഷനിലായിരിക്കും കേട്ടോ. ആർമേച്ചറിൻ്റെ ഉള്ളിൽ എപ്പോഴും AC കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് നോക്കിക്കോ. വിച്ച് മെക്കാനിസം ട്രാൻസ്ഫേഴ്സ് ദ കറണ്ട് ഇൻ ദ ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? കേട്ടോ, ആർമേച്ചറിൽ പ്രേരണം ചെയ്യപ്പെടുന്ന വൈദ്യുതി ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? AC ജനറേറ്ററിലാണെങ്കിൽ സ്ലിപ്പ് റിങ്സും ബ്രഷുമാണ്. DC ജനറേറ്ററിലാണെങ്കിൽ ഏതാണ് ഞാൻ പറഞ്ഞത്? ഏതാണത്? സ്പ്ലിറ്റ് റിങ്ങും അതേപോലെ തന്നെ ബ്രഷസുമാണ്. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യമുണ്ട്.
വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിംഗ് ഇൻ ദ ഡി സി ജനറേറ്റർ? ഡി സി ജനറേറ്ററിലെ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സിമ്പിളാണ്. അത് ഓരോ ഹാഫ് റൊട്ടേഷൻ, അതായത് ഇങ്ങനെ ആർമേച്ചർ നടുക്കിടുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സ്പ്ലിറ്റ് റിങ്സ് ഉപയോഗിക്കുന്നത്. സ്പ്ലിറ്റ് റിംഗ് റിവേഴ്സസ് ദ കണക്ഷൻ ഓഫ് ആർമേച്ചർ കോയിൽ വിത്ത് ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻ എവറി ഹാഫ് റൊട്ടേഷൻ. സോ ദ കറണ്ട് ഫ്ലോസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ദ എക്സ്റ്റേണൽ. അതുകൊണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, യെസ്. റൈറ്റ് ഡൗൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ എ സി ആൻഡ് ഡി സി ജനറേറ്റർ. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും എഴുതാനാണ് പറയുന്നത്. ഓക്കെ, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ബോത്ത് വർക്ക്സ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം വഴിയാണ് രണ്ടും വർക്ക് ചെയ്യുന്നത്. യെസ്, ബോത്ത് ആർമേച്ചർ കോയിൽ ബ്രഷ് ആൻഡ് മൂന്നിനും ആർമേച്ചറും ബ്രഷും ഫീൽഡ് മാഗ്നറ്റും ഉണ്ട്. അടുത്തത് ബോത്ത് ജനറേറ്റ് കറണ്ട് വിത്ത് ഫ്ലക്സ് ചേഞ്ച്. ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചാണ് അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണ്? ഡി സിയിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്, എ സിയിൽ സ്ലിപ്പ് റിംഗ് ആണ്. അടുത്തത് എ സി ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി കറണ്ടാണ്. ഓക്കെ, യെസ്. എ സി ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി കറണ്ട് ആയിരിക്കും. ഡി സി ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി സി കറണ്ട് ആയിരിക്കും. ഓക്കെ, യെസ്. ഈ ഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ, എ സി ബാറ്ററി. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇത് എ സി ജനറേറ്ററിൻ്റെ ഗ്രാഫാണ്. ഇത് എ സി ജനറേറ്ററിൻ്റെ ഗ്രാഫാണ്. ഇത് ഡി സി ബാറ്ററിയിൽ നിന്നുമുള്ള ഗ്രാഫാണ്. ഇത് ഡി സി ജനറേറ്ററിൽ നിന്നുമുള്ള ഗ്രാഫാണ്. ഓക്കെ, യെസ്. എ സി ജനറേറ്റർ നോക്കിയേ. എ സി ജനറേറ്റർ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ. കണ്ട, ഇവിടെ നിന്ന് നേരെ പോകുന്നു, വരുന്നു, കണ്ട. അതായത് ഇ എം എഫ് കൂടുന്നു, കുറയുന്നു. യെസ്, അതേപോലെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഡയറക്ഷനിൽ ഒരു മാറ്റവുമില്ല, സ്ട്രെയിറ്റ് സെയിം ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെയാണെങ്കിൽ യെസ് മക്കളെ, ഒരു ചെറിയ കാര്യമുണ്ട് കേട്ടോ. ഓക്കെ, ഈ ചിത്രത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് സംഭവം ഇതാണ്. യെസ്, ഇങ്ങനെയാണ് ഈ ചിത്രം വരുന്നത് കേട്ടോ. ഈ ചിത്രം ഇങ്ങനെയാണ് വരുന്നത്, ഇതില്ല. യെസ്, അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് കൂടുന്നു. യെസ്, കറണ്ട് കൂടുന്നു, കറണ്ട് കുറയുന്നു, കൂടുന്നു, കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്ഷൻ ഇവിടെ അതായത് ഓരോ പോസിറ്റീവ് ഹാഫിൽ ഒരു ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ഹാഫിൽ അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവിൽ കറണ്ട് പോകുന്ന ഈ ഡയറക്ഷനാണെങ്കിൽ നെഗറ്റീവ് ഹാഫിൽ കറണ്ട് പോകുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതാണ് ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇ എം എഫ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇ എം എഫ് കൂടുന്നു, ഇതാണെങ്കിൽ കുറയുന്നു. ഓക്കെ, യെസ്. എന്നാൽ ഇവിടെയാണെങ്കിൽ ഡയറക്ഷന് ഒരു മാറ്റവും വരുന്നില്ല, നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ, ഇ എം എഫ് സ്റ്റഡിയാണ്. എന്നാൽ ഇവിടുത്തെ കേസാണെങ്കിൽ ഇതെല്ലാം ഗ്രാഫായിട്ട് വരുന്നത്, ഇവിടുത്തെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. യെസ്, അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഗ്രാഫ്. ഏത്? ഡി സി ജനറേറ്ററിൽ നിന്നുള്ള ഗ്രാഫ് വരുന്നത്. അതായത് നോക്കിയാൽ കണ്ട, എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. കണ്ട, സെയിം, നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഇ എം എഫ് ഇതാണ് ഇ എം എഫ് കൂടുന്നു, കുറയുന്നു, കൂടുന്നു, കുറയുന്നു. കണ്ട, ഇ എം എഫ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് പവർ സ്റ്റേഷൻ. സോ എന്താണ് പവർ സ്റ്റേഷൻ? ഒന്നുമില്ല, വിതരണത്തിന് വേണ്ടി, ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ലാർജ് സ്കെയിലിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സ്റ്റേഷൻസ്. പവർ സ്റ്റേഷൻസ് ആർ ദ സെൻറ്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ലാർജ് സ്കെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇലക്ട്രിസിറ്റി വളരെ വലിയ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് വിതരണത്തിന് വേണ്ടി വളരെ വലിയ അളവിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സ്റ്റേഷനുകൾ. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദ എനർജി യൂസ്ഡ് ടു ഓപ്പറേറ്റ് ജനറേറ്റർ. അത് പവർ സ്റ്റേഷനുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് അത് ഏത് തരത്തിലുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ വരുന്നു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ.
ഒന്നാമത് നോക്കാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇതാണ് ഞാൻ പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. നമുക്കറിയാം ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ. മനസ്സിലായ? വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ വലിയ അളവിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ നേരെ താഴോട്ട് ഒഴുകി വിടും. ഓക്കെ, അത് നേരെ വന്ന് ജനറേറ്ററിൽ ഇടിക്കും. അങ്ങനെ ഈ ജനറേറ്റർ കറങ്ങും. ഇങ്ങനെ ജനറേറ്റർ കറങ്ങും. ഈ ജനറേറ്റർ കറങ്ങിയിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? വൈദ്യുതി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്? ഡാമിൽ വളരെ ഉയർന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തെ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പുകളിലൂടെ താഴോട്ട് ഒഴുക്കി വിട്ട് അത് നേരെ വന്ന് ടർബൈനുമേലേക്ക് വന്ന് വീണ് ടർബൈൻ കറങ്ങുന്നു. അത് ജനറേറ്റർ വർക്ക് ചെയ്ത് അങ്ങനെയാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് അത്തരം പവർ സ്റ്റേഷനുകളെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അത് എവിടേക്കാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂലമറ്റം, പള്ളിവാസൽ, തെഹറി. ഓക്കെ, മൂലമറ്റവും പള്ളിവാസലും കേരളത്തിലാണ്. തെഹറി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അടുത്തതാണ് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ എനർജി, ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? യെസ്, തെർമൽ പവർ by operating generator using fuels like CNG, coal, etc. about 75% of electricity generation in India. Yes, അതായത് CNG, കോള്, ഓക്കെ, കോള് അല്ലെങ്കിൽ CNG പോലെയുള്ള വാതകങ്ങൾ പോലെയുള്ള തെർമൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വാതകങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിനെ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ആ സ്റ്റീം വെച്ച് ടർബൈൻ കറക്കിയിട്ടാണ് അവിടെ കറണ്ട് ഉണ്ടാക്കുന്നത്. അത്തരം പവർ സ്റ്റേഷനുകളാണ് തെർമൽ പവർ സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ തെർമൽ പവർ സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണ്? മേട്ടൂർ, തമിഴ്നാട്ടിലെ മേട്ടൂരുണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മപുരം, കേരളത്തിലെ ബ്രഹ്മപുരം. ഇത് രണ്ടും തെർമൽ പവർ സ്റ്റേഷനുകളാണ്. അതായത് CNG നാച്ചുറൽ ഗ്യാസ്, അല്ലാന്നുണ്ടെങ്കിൽ കോള് അതായത് കൽക്കരി മുതലായവ ഉപയോഗിച്ച് കത്തിക്കും. വെള്ളത്തിന് വലിയ അളവിൽ വെള്ളത്തിനെ കത്തിച്ചിട്ട് ചൂടാക്കും. ചൂടായി അത് നീരാവിയായി മാറും. ആ നീരാവി സ്റ്റീം ചെന്ന് ടർബൈനിൽ ഇടിച്ചിട്ട് ടർബൈൻ കറങ്ങിയാണ് കറണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തതാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ശരിക്കും ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ, അതായത് വലിയ അളവിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തെ ചൂടാക്കും. എങ്ങനെ? ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ചൂടാക്കും. ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് അതിന് സ്റ്റീമിലേക്ക് ചൂടായി അവസാനം സ്റ്റീമായിട്ട് മാറും. ആ സ്റ്റീം നേരെ വന്ന് ടർബൈനിലിടിക്കും, ടർബൈൻ കറങ്ങും, കറണ്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പിന്നെ തെർമൽ പവർ സ്റ്റേഷൻ്റെ കാര്യം ഓർക്കണം. ഇന്ത്യയിൽ 75% കറണ്ട് ഉണ്ടാക്കുന്നതും തെർമൽ പവർ സ്റ്റേഷൻ വഴിയാണ് കേട്ടോ. Yes, nuclear power stations generate electricity by using nuclear energy to convert water into steam. വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റാൻ ഹൈ എനർജി അല്ലെങ്കിൽ കൂടിയ അളവിൽ ന്യൂക്ലിയർ എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ടർബൈനിനെ കറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്. അപ്പോൾ കൂടംകുളത്തും തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ കൂടംകുളത്തും കൽപ്പാക്കത്തും ഒക്കെ ഈ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, യെസ്. By what name are the centers that produce electricity on a large scale using large generator is known as? വലിയ ജനറേറ്ററുകൾ ഉപയോഗിച്ച് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പവർ സ്റ്റേഷനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യെസ്, റൈറ്റ് ഡൗൺ ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഈച്ച്. ഓരോ സ്ഥലത്തെയും എനർജി ട്രാൻസ്ഫോർമേഷൻ എനർജി കൺവേർഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. തെർമൽ പവർ സ്റ്റേഷനിലാണെങ്കിൽ ഹീറ്റ് എനർജി ചൂടാക്കിയിട്ടാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. സോ ഹീറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. ന്യൂക്ലിയറിലാണെങ്കിലും ശരിക്കും പറയാം ന്യൂക്ലിയർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വെള്ളമാണ്. അത് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുകൂടാണ്ട് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ ഉണ്ട് കേട്ടോ. വേവ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജമൊക്കെ ഉണ്ട്, ജിയോ തെർമൽ എനർജിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ കൂടുതൽ എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതൊന്നും അധികം ഉപയോഗിക്കാത്തത് കേട്ടോ. ഓക്കെ, യെസ്. ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നു. യെസ്, ഇനി യെസ്, റൈറ്റ് ഡൗൺ ഇൻ ഓർഡർ
the energy transformation that takes place in hydroelectric power station. ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് ഇതാണ് പറയുന്നത്. സത്യം പറയത്രേ ഉള്ളൂ. അതായത് വെള്ളമല്ലേ, കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം നേരെ പെൻ സ്റ്റോക്ക് വഴി ഒഴുക്കി വിടുകയല്ലേ. കെട്ടി നിർത്തുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജ്ജമാണ് ഉണ്ടാകുന്നത്. അത് പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി ഒഴുക്കി വിടുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അത് നേരെ ടർബൈനിൽ വന്ന് വിടുമ്പോൾ ടർബൈൻ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് മെക്കാനിക്കൽ എനർജിയായി മാറി ദെൻ കറണ്ട് ഉണ്ടായി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. Okay, yes. How does the electricity generated in power stations to reach our house? ഇത് വേറെ രീതിയാണ്. അതായത് പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് ഇലക്ട്രിക് പോസ്റ്റുകൾ വഴിയാണ് എത്തുന്നത് അല്ലേ. അത് പവർ സ്റ്റേഷനുകളിൽ നിന്നും നേരെ എവിടേക്ക് എത്തും? സബ് സ്റ്റേഷനുകളിലേക്ക് എത്തും. സബ് സ്റ്റേഷനുകളിൽ നിന്നും പിന്നെ അതെന്തെത്തും? നേരെ നമ്മുടെ വീടിനടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക് എത്തും. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് അത് എത്തുന്നത്. ഓക്കെ, ദ AC generated in power stations ഈച്ച് റീച്ച് അവർ ഹോം ത്രൂ കണ്ടക്റ്റിംഗ് വയർ. അതായത് ഈ ഇലക്ട്രിക്കൽ ലൈനുകൾ വഴിയാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈസ് ദർ എ പോസിബിലിറ്റി ഓഫ് എനർജി ലോസ് വെൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ഫ്രം പവർ സ്റ്റേഷൻസ് ത്രൂ കണ്ടക്റ്റിംഗ് വയർ? ഓക്കെ, വേറൊന്നുമില്ല. പവർ സ്റ്റേഷനുകളിൽ നിന്നും ദൂരെ സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി കമ്പികൾ വഴി എത്തുമ്പോൾ ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നുണ്ടെന്ന് ജൂൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുക എന്ന് പറയുന്നത്. അത് സംഭവം ഇത്രയും ആലോചിച്ചാൽ മതി. നമുക്കറിയാം നമുക്കറിയാവുന്നൊരു കാര്യമാണ് ജൂൾ നിയമം എന്ന് പറയുന്നത്. H=I²RT ആണ്. അതായത് ഇവിടെ കൂടുതൽ ശരിക്കും കറണ്ട് കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അത് ഹീറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതായത് പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന കറണ്ടിനെ നമ്മുടെ വീട്ടിലെ പോസ്റ്റിലേക്ക് എത്തിക്കണം. കൂടുതൽ കറണ്ടിനെ കയറ്റിവിടാൻ പറ്റില്ല, കാരണം കൂടുതൽ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് ലോസ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് കറണ്ടിനെ ഇത്ര ദൂരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? ഓക്കെ, അതിനുള്ള വഴികളുണ്ട്. യെസ്, അതിനുള്ള വഴികളാണ് റെഡ്യൂസിങ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം, ഇതൊക്കെ പറയും. അതായത് നമുക്കറിയാം ജൂൾസ് ലോ പ്രകാരം H=I²RT ആണ്. ഇതിൽ കറണ്ട് കൂടുതൽ കടത്തിവിടണം, എന്നാലോ ഹീറ്റ് ലോസ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതിൽ റെസിസ്റ്റൻസിനെയോ ടൈമിനെയോ തൊടാൻ നമുക്ക് കഴിയില്ല. കാരണം റെസിസ്റ്റൻസ് കുറച്ചിട്ട് കൂടുതൽ കറണ്ട് കയറ്റിവിടാമെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് കുറവായാൽ അതിനെ താങ്ങി നിർത്താനുള്ള കണ്ടക്റ്റിംഗ് വയറുകളുടെ വലിപ്പം കൂട്ടേണ്ടി വരും. അപ്പോൾ അതിനെ താങ്ങി നിർത്താനുള്ള പോസ്റ്റിൻ്റെ വലിപ്പം കൂട്ടേണ്ടി വരും. അപ്പോൾ ചിലവ് നമുക്ക് കൂടും. പിന്നെ ടൈമിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ ഇക്വേഷൻ പ്രകാരം, ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്താണ്, കറണ്ട് കൂടുതൽ കടത്തി വിടുകയും വേണം. അതായത് ഇടുക്കിയിൽ ഉണ്ടാക്കുന്ന കറണ്ട് ആണെങ്കിൽ എളുപ്പത്തിൽ എൻ്റെ വീട്ടിലേക്ക് എത്തണം ഇലക്ട്രിക് പോസ്റ്റുകൾ വഴി, അത് നടക്കും. പക്ഷേ ഹീറ്റ് ലോസ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഹീറ്റ് ലോസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് P=VI എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് വോൾട്ടേജ് കൂട്ടി കറണ്ട് നമ്മൾ കുറയ്ക്കും. അപ്പോൾ വോൾട്ടേജ് എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം കറണ്ട് കുറയ്ക്കും. അപ്പോൾ അതിനനുസരിച്ച് പവർ നഷ്ടമില്ലാതെ, എനർജി ലോസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഹൗ ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു റെഡ്യൂസ് ടൈമിനെ തൊടാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, വൈൽ റെഡ്യൂസിങ് റെസിസ്റ്റൻസ് യൂസ് മെറ്റീരിയൽ വിത്ത് ലോ റെസിസ്റ്റിവിറ്റി സച്ച് ആസ് സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റിവിറ്റി കുറവുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്, കൂടുതൽ എക്സ്പെൻസ് കൂട്ടും. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. ഓക്കെ, the only way to reduce current by increasing voltage without changing power. അതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ P=V×I. അതായത് കറണ്ട് കൂടുകയും വേണം, കറണ്ട് കൂടുതൽ എത്തണം, എന്നാലോ അതായത് വോൾട്ടേജിൽ കുറവ് വരാൻ പാടില്ല, പവറിൽ നഷ്ടം വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാൻ കഴിയുന്നത്? അതിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. സോ ഈ P=VI എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ച് ഡിക്രീസിങ് ദ പവർ വി ഹാവ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ്. വോൾട്ടേജിനെ മാക്സിമം കൂട്ടുക, എന്നിട്ട് കറണ്ട് കുറയ്ക്കുക. മാക്സിമം വോൾട്ടേജ് വിത്തൗട്ട് ഡിക്രീസിങ് പവർ വി ഹാവ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ്.
പവറിലൊരു മാറ്റവും വരാൻ പാടില്ല. അവിടെ നിന്ന് എത്ര കറണ്ടാണോ നമ്മൾ കയറ്റി വിടുന്നത് അത്രയും കറണ്ടിന് നമുക്ക് ഇവിടേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് മാക്സിമം കൂട്ടാൻ മാത്രമേ സാധിക്കൂ. വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കുക, അത് മാത്രമാണ് ഏക സൊല്യൂഷൻ. ഓക്കെ, സോ ഇത്ര ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇടുക്കി മൂലമറ്റം പോലെയുള്ള നമ്മുടെ കേരളത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വഴിയാണ് നമ്മൾ കൂടുതൽ കറണ്ട് ഉണ്ടാക്കുന്നത്. അത് ഇടുക്കിയിലാണ് അല്ലെങ്കിൽ പള്ളിവാസലിലാണ്. ഇടുക്കിയിൽ അല്ലെങ്കിൽ മൂലമറ്റത്തോ അല്ലെങ്കിൽ പള്ളിവാസലിലോ ഉണ്ടാക്കുന്ന കറണ്ടിനെ നമ്മുടെ വീടുകളിലേക്ക് എത്തണമെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ വഴി എത്താൻ സാധിക്കൂ. അപ്പോൾ ഇത്ര ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ പവർ ലോസ് ഉണ്ടാവും, ഹീറ്റ് ലോസ് ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏക വഴി എന്താണ്? വോൾട്ടേജ് കൂട്ടിയിട്ട് കറണ്ട് കുറയ്ക്കുക എന്നത് മാത്രമാണ് ഏക വഴി. സോ ഇത്രയുമാണ് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനുള്ള ഏക മാർഗം. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് നിലവിൽ എന്തിനുള്ളത്? എക്സാമിനുള്ളത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിച്ച് വരിക. ഓക്കെ.